എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടി ആയാലോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അതെങ്ങനെയാണെന്ന് നോക്കാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടാൻ വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കടുകെണ്ണ 2 ടീസ്പൂൺ എണ്ണ കാണും. അപ്പോൾ നമ്മൾ ഏതെണ്ണ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് മെഴുക്ക് പുരട്ടാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കീറി വെച്ചിരിക്കുന്ന ഒരു 4 പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. കീറി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. നമ്മൾ ഇട്ട് കൊടുത്ത മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം. അപ്പോൾ ഇതിനകത്ത് ഉപ്പും എരിവും ഒക്കെ അങ്ങോട്ട് പിടിക്കും. അപ്പോൾ കൂടുതൽ മസാലയൊന്നും വേണ്ട, ഇത്രയും മതി. അടപ്പ് വെച്ചിട്ട് 2 മിനിറ്റായി തുറന്നു നോക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഒന്നുകൂടെ ഒന്ന് മുരിച്ചെടുക്കണം. വേണ്ടേ, ആ ഒരു പശപ്പൊന്നുമില്ല. നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർക്കുമ്പോൾ അതങ്ങ് ഒരുമാതിരി പശപ്പ. ഒരുവിധം ആൾക്കാർക്ക് വെണ്ടയ്ക്ക് അങ്ങനെ താല്പര്യമില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പോലും ഇത് കഴിക്കും. ഒന്നുകൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന. അപ്പോൾ ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നും പറഞ്ഞിരിക്കേണ്ട, ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാം. അടപ്പ് നമ്മൾ എടുത്തതിന് ശേഷം 1-2 തവണ ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഇനി അടപ്പ് വെക്കണ്ട, ഇങ്ങനെ ഇരുന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇത്രയേ ഉള്ളൂ പണി. എണ്ണ വളരെ കുറച്ച് ടേസ്റ്റിയിൽ നമുക്ക് ഇങ്ങനെയുള്ള മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഉപ്പും എരിവും ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സാമ്പാറിൻ്റെ കൂടെ ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കണ്ട. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എരിവും ഉപ്പും ഒക്കെ ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സിമ്പിളായിട്ടും വളരെ വേഗത്തിലും ഉണ്ടാക്കിയ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലോ. അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകല്ലേ.